വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയ അവസ്ഥയിലായിരുന്നില്ല. ഞാൻ ഫുള്ളും ബ്ലാങ്ക് ആയിരുന്നു. ഇന്നലെ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഓക്കെ ആയിരിക്കും, റെഡി ആവുമെന്ന്. ഇന്നലത്തെ കൂടി അത് തീർന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് നല്ല സന്തോഷത്തോടെ ആയിരുന്നു 2-3 ആഴ്ച മുന്നേ പറഞ്ഞത് നമ്മുടെ ഫാമിലിക്ക് പുതിയ ആൾ വരാൻ പോവാന്ന്. പക്ഷേ അതങ്ങനെ പോയി. സത്യം ഞാൻ ഇപ്പോൾ ഓക്കെ അല്ല. എൻ്റെ മൈൻഡോട് ഞാൻ അത്ര ഓക്കെ അല്ല. നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടിയതൊന്നായിരുന്നില്ല, പ്രതീക്ഷിക്കാതെ കിട്ടിയതായിരുന്നെങ്കിലും അതിൻ്റെ ശേഷം നമ്മൾ ഭയങ്കര പ്ലാനിങ്ങും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഇങ്ങനെ പോയപ്പോൾ ഒരു വിഷമം അത്രയുള്ളൂ. ഓക്കെയാണ് അല്ലേ? അമ്മച്ചമ്മൊരു കുഞ്ഞിൻ്റെ അല്ലേ? എന്നെ കാത്തും ഭയങ്കരമായി കാത്തിരിപ്പായിരുന്നു. താത്തക്ക് ഇതന്നെ ഒരു പണി. താത്തേനും മോന് വെച്ച് എന്തോരം ആൾക്കാർ വീഡിയോ ഇട്ടുണ്ട്. താത്ത മോന്റെ കൂടെയാണ്. ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പം ഈ ഫാമിലി വ്ളോഗുകളാണ് ഇവർ പങ്കുവെക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഈ ഫാമിലി വ്ളോഗുകൾ ചെയ്യുന്നവർക്ക് അവർക്ക് നല്ല രീതിയിൽ അവരുടെ വീഡിയോ റീച്ച് ആവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാകണം. അപ്പം മനഃപൂർവ്വം വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഫാമിലീസുകളുമുണ്ട്. മണ്ടന്മാരായി നമ്മളതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം ഇവിടെ ഈ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയുടെ പൊന്നുവിൻ്റെ ചാനലിലാണ് ഇപ്പം അവരുടെ 2ാമത് പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഉറപ്പില്ല, കുഞ്ഞ് നഷ്ടപ്പെട്ടേക്കാം, ഇനി എനിക്കതിനെ കിട്ടില്ല എന്നൊക്കെ രീതിയിൽ ഒട്ടും സഹിക്കാൻ വയ്യാത്ത രീതിയിൽ സങ്കടങ്ങൾ പങ്കുവെക്കുകയാണ് പ്രേക്ഷകരുടെ അടുത്ത്. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇവരുടെ സ്ഥിരമായിട്ട് ഒരു വീഡിയോസും കാണത്തില്ല. ഈ അടുക്കള കാര്യങ്ങളും കുടുംബ കാര്യങ്ങളും കൊണ്ടുവന്ന് ഇങ്ങനെ പബ്ലിക്കിൽ ഇട്ട് കൊടുക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ടെന്ന് പറയുന്ന പോലെ നാട്ടുകാർ മൊത്തം പാടിക്കൊണ്ട് നടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇവരുടെ വീഡിയോസ് കാണത്തില്ല. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വിവാദമാകുമ്പോൾ ഇങ്ങനെ പലരും എടുത്ത് റിയാക്ട് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു വിഷയം എൻ്റെ കണ്ണിൽപ്പെട്ടത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സങ്കടം സഹിക്കാൻ വയ്യത് കരയാണ്. പക്ഷേ പൊന്നു കുങ്കുമം ഇടാൻ മറന്നിട്ടില്ല, ലിപ്സ്റ്റിക് ഇടാൻ മറന്നിട്ടില്ല, മേക്കപ്പ് ഇടാൻ മറന്നിട്ടില്ല. സങ്കടം സഹിക്കാൻ വയ്യ. കുഞ്ഞ് പോകും, ആ കുഞ്ഞിനെ കിട്ടില്ല, എനിക്ക് ആ കുഞ്ഞ് അത്രയ്ക്ക് വിലപ്പെട്ടതായിരുന്നു, ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഒക്കെ പറഞ്ഞ് പൊട്ടി കരയുന്നുണ്ട്. പക്ഷെ ആ സമയത്തും ഇത്രയധികം ദുഃഖം നമ്മുടെ ജീവിതത്തിലേക്ക് വേണം ആ കുഞ്ഞ് എന്നും പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ നമ്മളിതുപോലെ മേക്കപ്പൊക്കെ ഇട്ട് ഫോൺ ഓണാക്കി വെച്ചിട്ട് നമ്മുടെ ദുഃഖം മറ്റുള്ളവരെ അറിയിക്കാൻ ഒക്കെ സാധിക്കുമോ? എനിക്കറിയത്തില്ല. ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവർക്ക് പല കാര്യങ്ങളും സാധിക്കും. കാരണം അവരുടെ ലൈഫാണല്ലോ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കിത് സാധിക്കുമായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഈ പൊന്നു ഈ വീഡിയോയിൽ പറയുമ്പോഴത്തേക്ക് കുഞ്ഞ് പോകുന്നതിൻ്റെ കാര്യത്തിൽ ഈ അമ്മയെ ചെറുതായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പം അമ്മയാണെന്ന് പറയുന്നില്ല, പക്ഷെ നോക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിലാണ് ആ കുഞ്ഞ് പോകുന്നേ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കിട്ടാഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ഒരു വ്ളോഗിൽ വന്നിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ അമ്മ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ എന്താ, ഈ ഒരു വ്ളോഗ് കണ്ട ഉടനെ ആൾക്കാർ പറയും ഞാൻ നോക്കിയില്ല, അപ്പോൾ എനിക്ക് ഇത്രയും നല്ല ഏജ്ഡായി, അപ്പോൾ എനിക്ക് അങ്ങനെ ആ പ്രശ്നമുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ നോക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇവരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരമ്മയ്ക്ക് എത്ര പ്രായമായാലും മക്കളെ നോക്കാം. ഞാൻ 2 പ്രസവിച്ചു. എൻ്റെ ചേച്ചിമാരൊക്കെ ഇതുപോലെ, എൻ്റെ ചേച്ചിമാരുടെ എൻ്റെയും പ്രസവങ്ങളെല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെയും കാര്യങ്ങളെല്ലാം എൻ്റെ അമ്മയെ നോക്കി. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 65 വയസ്സുണ്ട്. എൻ്റെ മൂത്ത ചേച്ചിയുടെ മകൾ പ്രസവിച്ച് കിടക്കുമായിരുന്നു, ആ കുഞ്ഞിനെയും പോയി നോക്കിയത് എൻ്റെ അമ്മയാണ്. കാരണം വേറെ ആരെയും കൊണ്ട് ഞങ്ങൾ നോക്കിയിട്ടില്ല, എൻ്റെ അമ്മ തന്നെയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വയസ്സായി നോക്കാൻ ആവതില്ല എന്നൊക്കെ പറയുന്നത് അതൊരു ന്യായീകരണമല്ല. പിന്നെ ഇപ്പം നമ്മൾ പറയുന്നത് വേറൊരു വിഷയമാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇവരുടെ ഒരു ചെറിയൊരു വീഡിയോസ് കാണാൻ ഇടയായി. പൊന്നൂൻ്റെ അല്ല, ഇവരുടെ അമ്മയുടെ. അപ്പോൾ ഇവരുടെ അമ്മയുടെ ആ ഒരു വീഡിയോ ഒന്ന് കാണുന്നു. നിന്റെ സർട്ടിഫിക്കറ്റ് എന്തായാലും എനിക്ക് വേണ്ട. മനസ്സിലായോ? താത്ത കല്യാണം കഴിച്ചിട്ടുണ്ടോ? അയ്യോ താത്തക്ക് ഇതന്നെ ഒരു പണി. താത്തേനും മോന് വെച്ച് എന്തോരം ആൾക്കാർ. അപ്പോൾ ചേച്ചിക്ക് നാണം വരുന്നു, താത്ത കല്യാണം കഴിച്ച്. അതെന്താ ചേച്ചിക്ക് ഇത്ര നാണം വരുന്നത്? ഷെബീന ചേച്ചി 2ാമത് കല്യാണം കഴിച്ചെന്ന് കേട്ടപ്പോഴാണോ ചേച്ചിക്ക് നാണം? അപ്പോൾ ചേച്ചിയുടെ മൂത്ത മകള് നിശ്ചയം കഴിഞ്ഞിട്ട് ആ ചെറുക്കനെ കളഞ്ഞേച്ചാണ് വേറൊരു ചെറുക്കൻ്റെ കൂടെ പോയത്, ഒളിച്ചോടി പോയത്. അപ്പം നാട്ടുകാരുടെയൊക്കെ മുന്നിൽ ആ ചെറുക്കൻ നാണം കെട്ട് നിന്നത് ഈ ലോകം മൊത്തം കണ്ട കാര്യമാണ്. ഹെലനസ് പാട്ടൊക്കെ എടുത്തിട്ട് കുറഞ്ഞതൊക്കെ ഞങ്ങൾ കണ്ട കാര്യമാണ്. 2ാമത്തെ മകളെയും ഈ സെയിം തന്നെ നിശ്ചയമൊക്കെ നടത്തി കല്യാണം കഴിപ്പിച്ചു കൊടുക്കത്തില്ല. അവസാനം കാല് മാറി അച്ഛനും അമ്മയും. കാരണം എന്താ, കല്യാണം കഴിപ്പിക്കാൻ കാശില്ല പോലും. അപ്പോൾ എന്ത് ചെയ്ത് ആ മകൾ ആ ചെറുക്കൻ്റെ കൂടെ അങ്ങ് ഒളിച്ചോടിപ്പോയി. അപ്പോൾ ഇവരുടെ സ്ഥിരം കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ 2 മക്കളുടെയും ലൈഫിലുണ്ടായ കാര്യങ്ങൾ ഈ നാട്ടുകാർ മൊത്തം പാടിക്കൊണ്ട് നടക്കുകയാണ്. ഇപ്പം ഈ ചെറുക്കന്മാരോട് കൂടെ പോയത് തെറ്റാണെന്നല്ല, ഈ അമ്മയ്ക്ക് ഇത്ര നാണക്കേട് വന്നതുകൊണ്ട്, അമ്മയ്ക്ക് ചിരി അടക്കാൻ പറ്റാത്തതുകൊണ്ട്, മറ്റൊരാളുടെ കാര്യം കേട്ടിട്ട് അമ്മയ്ക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊരു എടുത്ത് പറയുന്നത്. ഒരാൾ സ്നേഹിക്കുന്നത്, ഇറങ്ങി പോകുന്നത്, ഇതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യം. പക്ഷേ
മറ്റൊരാൾ രണ്ടാമത്തെ കല്യാണം കഴിച്ചു ആണോ എന്ന് ഭർത്താവ് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് നാണം സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. ആൾക്കാർ വീഡിയോ ഇടുന്നത് താത്ത മോന്റെ കൂടെയാണ്. അതിന് വലിയ ശിക്ഷ ഈ ലോകത്ത് കിട്ടണോ? നമ്മൾ ജന്മം അല്ലെങ്കിൽ മോന്റെ കൂടെയാണ് നമ്മളെന്ന് പറഞ്ഞിട്ട് കേൾക്കാൻ അതിന് മാത്രം അല്ലേ? ഒന്ന് ആലോചിക്ക് താത്ത. അത് ശരിയാ, ജന്മം നൽകിയ മോഹിൻ്റെ കൂടാണെന്ന് നാട്ടുകാർ പറയുന്നു. അയ്യോ ആ ചേച്ചിയുടെ സന്തോഷം കേട്ടില്ലേ, ആ ചേച്ചി പറയുന്നതിൻ്റെ സന്തോഷം കേട്ടില്ലേ. 4 മക്കളുടെ അമ്മയാണ് ഈ വന്നിരുന്ന് പറയുന്നത്. 3 പെണ്ണും ഒരാണും. ഒരാണ് ഈ ചേച്ചിയുടെ മകനാണ്. അപ്പം ഇങ്ങനെ 2 മരുമക്കളുണ്ട് കേട്ടോ, പറയാൻ മറന്നു. 2 മരുമക്കളുണ്ട്. അപ്പം ഈ മരുമക്കൾ ആമ്പിള്ളേരാണല്ലോ. 2 ആമക്കളായ മരുമക്കളുള്ളതും ഒരു മകനും ഉള്ള സ്ത്രീയാണ് മറ്റൊരു അമ്മയും മകനെയും ചേർത്ത് ഇതുപോലെയുള്ള അപവാദം പറയുന്നത്. എൻ്റെ പൊന്നു ചേച്ചിയെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ ഇങ്ങനെ നാട്ടിൽ പാട്ടാക്കുമ്പോൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾ റീച്ച് ഉണ്ടാക്കുമ്പോൾ, ഇങ്ങനെ വിവാദങ്ങൾ നിങ്ങൾ തന്നെ സൃഷ്ടിക്കുമ്പോൾ മറ്റുള്ളവരെടുത്ത് റിയാക്ട് ചെയ്യും. കാരണം റിയാക്ട് ചെയ്യാൻ പാകത്തിൽ വീഡിയോസ് ഇടുന്നത് നിങ്ങളാണ് അല്ലേ? നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന സ്വകാര്യതയും സന്തോഷങ്ങളാണേലും ശരി, സങ്കടങ്ങളാണേലും ശരി, നിങ്ങൾ പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അപ്പോൾ അതിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് തോന്നിയാൽ അത് എടുത്ത് റിയാക്ട് ചെയ്യും. ട്രോളുകളായിട്ട് ചിലർ ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കണം, എന്നിട്ട് വേണം ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ. അല്ലാതെ നമ്മൾ റിയാക്ട് ചെയ്യുന്നവരെ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നാണിച്ചും ഇങ്ങനെ പുച്ഛിച്ചും പറയേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ അടുത്തിരുന്ന് ആ താങ്ങുന്ന ചേട്ടനുണ്ടല്ലോ, എൻ്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളാണ് ഈ നാട്ടുകാർ മൊത്തം ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും മറ്റുള്ളവർക്ക് കാണാനും ഇങ്ങനെ കുറ്റം പറയാനും ഇങ്ങനെ റിയാക്ട് ചെയ്യാനും ഒക്കെ ഒരു കോണ്ടന്റ് ആക്കിക്കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളാണ്. കാരണം നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല, നിങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങളുടെ വരുമാന മാർഗം അതാണ്. അപ്പോൾ അത് റിയാക്ട് ചെയ്യുന്നവരെ നിങ്ങൾ ഈ രീതിയിലല്ല തിരിച്ച് പറയേണ്ടത്. ഒരു അമ്മയായ ഒരു സ്ത്രീയോട് ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? നിങ്ങൾ കണ്ടോ അവരെങ്ങനെയാണെന്ന്? കണ്ടോ? ഞാൻ 2 ആമക്കളുടെ അമ്മയാണ്, 2 ആമക്കളുടെ അമ്മ. ഒരു അമ്മയ്ക്ക് മകനോട് ഉള്ള ബന്ധം എന്താണെന്ന് ആരും പ്രത്യേകിച്ചും ഒരു സ്ത്രീയോട്, ഒരു അമ്മയായ സ്ത്രീയോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വീഡിയോസിൽ റിയാക്ട് ചെയ്യാൻ കാരണങ്ങളുള്ളത് കൊണ്ടായിരിക്കും അവർ റിയാക്ട് ചെയ്തത്. ഇപ്പോൾ ഈ പറയുന്ന ഞാനും റിയാക്ട് ചെയ്തത്. ഇപ്പം നിങ്ങൾ തന്നെ വന്ന് പറഞ്ഞു എൻ്റെ മോളെ നോക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് ആരോഗ്യമില്ല. സമയമില്ലെന്നല്ല, ആരോഗ്യമില്ല. അപ്പോൾ ആരോഗ്യമില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടാൽ ആരോഗ്യക്കുറവൊന്നും തോന്നത്തില്ല. അപ്പം നിങ്ങളെക്കാട്ടിലും പ്രായമായതാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയാണ് ഞങ്ങൾ 3 പെൺമക്കളെയും, എൻ്റെ വീട്ടിൽ വന്ന മരുമകളെ, എനിക്കൊരാങ്ങളയുണ്ട്, എൻ്റെ നാത്തൂൻ്റെയും പ്രസവം നോക്കിയതും കുഞ്ഞിനെ നോക്കിയതും ഒക്കെ എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ അമ്മ ചെയ്തത് സ്വന്തം കൊച്ചുമക്കളാണ്. അവരുടെ കാര്യം നോക്കാൻ അമ്മയ്ക്ക് ആരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ അമ്മയ്ക്ക് ആരോഗ്യമുണ്ടോ, ആവതുണ്ടോ എന്നൊന്നും ആരും പറയണ്ട. ഇപ്പം എൻ്റെ മൂത്ത ചേച്ചിയുടെ മകൾ പ്രസവിച്ച് കിടക്കുക. അവർ ആളെ വെക്കാൻ ഒരുങ്ങിയപ്പോൾ എൻ്റെ അമ്മ വെപ്പിച്ചില്ല. കാരണം ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാൻ എൻ്റെ അമ്മ മതി എന്ന് എൻ്റെ അമ്മ പറഞ്ഞ്. എൻ്റെ അമ്മയ്ക്ക് 65 വയസ്സോളം ഉണ്ട്. എൻ്റെ അമ്മയാണ് എൻ്റെ ചേച്ചിയുടെ മകളുടെ കുഞ്ഞിനെ പോലും പ്രസവിച്ച് കിടന്നിട്ട് അവിടെ പോയി നിന്ന് നോക്കിയത്. അപ്പോൾ ഇത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. അത് ചെയ്യുവോ ചെയ്യാതിരിക്കുമോ നിങ്ങളുടെ ഇഷ്ടം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വന്ന് പബ്ലിക്കിൽ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ ദഹിക്കാത്ത ആൾക്കാർ ഇതുപോലെ റിയാക്ട് ചെയ്യും. ഇപ്പം ചേച്ചി പറഞ്ഞത് കേട്ടിട്ട് എനിക്കും ദഹിച്ചില്ല. മകളുടെ ദുഃഖം വീഡിയോയിലൂടെ പറഞ്ഞു. അതവർ കേട്ടാൽ പോരെ, അത് കേൾക്കാതെ അതിനെ എടുത്തിട്ട് പറഞ്ഞിട്ട് ഇവരൊരു വീഡിയോ അങ്ങ് ക്രിയേറ്റ് ചെയ്തു. അച്ഛനും അമ്മയും കൂടെ വന്നിരുന്ന് ആ വീഡിയോയെ മകളിട്ട വീഡിയോ എടുത്തിട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് റിയാക്ട് ചെയ്തു. അപ്പം അത് കണ്ടപ്പോഴാണ് നാട്ടുകാരെടുത്തിട്ട് റിയാക്ട് ചെയ്തത്. അപ്പം അത് അംഗീകരിക്കുക ചേച്ചി, മനസ്സിലാക്കുക ചേച്ചി. ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് മകൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ദുഃഖം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് മൂത്ത കുട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ അതിന് എന്തായാലും ഒരാൾ ആവശ്യമാണ്. ഒന്നുകിൽ അവിടെ പോയി നിൽക്കും, അല്ലെങ്കിൽ മകളെ വിളിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തും. അങ്ങനെ നോക്കും. അങ്ങനെയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആരെങ്കിലും എടുത്ത് എന്തെങ്കിലും പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടല്ലേ പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ കണ്ടിട്ടല്ലേ ചേച്ചി വ്യൂസ് കിട്ടുന്നത്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കും. അപ്പോൾ കുറ്റപ്പെടുത്തിക്കോ വേണമെങ്കിൽ ചേച്ചിക്ക്. ഇപ്പോൾ അവരിട്ട വീഡിയോ ഒക്കെ എടുത്തിട്ട് വേറെ രീതിയിൽ റിയാക്ട് ചെയ്യാമായിരുന്നു. നിങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. നിങ്ങൾ ചെയ്തത് എന്താ? ഉടനെ തന്നെ അവരെ മകനെയും കൂടെ ചേർത്ത് അപവാദം പറഞ്ഞു. അയ്യോ 2 കെട്ടി, ഞാൻ അങ്ങനെ കേട്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ നാട്ടുകാരിങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നു എന്ന് ഇപ്പോൾ ഏതൊരു കൊച്ചു കുട്ടിയോട് ചെന്ന് ചോദിച്ചാലും അവർ പറയും. അപ്പോൾ ആ രീതിയിൽ ആണ് കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കുക എൻ്റെ ചേച്ചി ചേട്ടാ.
അപ്പോൾ എന്തായാലും ഇത് സത്യമാണോ അല്ലയോ എന്ന് പോലും ആൾക്കാർക്ക് അറിയത്തില്ല. കാരണം ഈ ഫാമിലി വ്ളോഗുകാർ ഇതുപോലെയുള്ള ഒരുപാട് കോണ്ടന്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടിടും. ഇവർ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് ചേട്ടനരിയും വഴക്കിട്ടു, അച്ഛനമ്മ വഴക്കിട്ടു, അവരിറങ്ങിപ്പോയി, അവർ വീട് മാറി, ഞങ്ങൾ ഡിവോഴ്സ് ആകാൻ പോകുന്നു, അവൾക്ക് കാമുകനുണ്ട്, ഇവർക്ക് കാമുകിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കോണ്ടന്റ് ഉണ്ടാക്കി ഇവർ നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കും. അതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോൾ ഇവരങ്ങ് ഒന്നിക്കും. ഇതാണ് മെയിനായിട്ടും ഈ ഫാമിലി വ്ളോഗുകളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ. എന്നാൽ മാന്യമായിട്ട് നല്ല രീതിയിൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. കിട്ടുന്ന റീച്ച് മതി എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ വ്ളോഗ് ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ ഇപ്പം കാറ് വാങ്ങണം എന്നെങ്കിൽ എന്ത് ചെയ്യും? ഒരു വിവാദം ഉണ്ടാക്കണം. വീട് വെക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഒരു വിവാദം ഉണ്ടാക്കണം. പെട്ടെന്ന് ഇച്ചിരി ക്യാഷ് വേണം, എന്ത് ചെയ്യും? ഒരു വിവാദം ഉണ്ടാക്കണം. അപ്പം ഇത് ഈ ഫാമിലി വ്ളോഗുകാർക്കിടയിലുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഫാമിലി വ്ളോഗുകളുടെ ഇടയിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് എനിക്ക് തോന്നിയ എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.